ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ചന്ദ്ര നമ്മുടെ ഭാമ കൊണ്ടുവന്ന ഒരു ഏലസില്ലേ അതുമായിട്ട് നേരെ സുധിയുടെ മുമ്പിലെത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യണം, ഈ ഏലസ് കെട്ടണം എന്ന്. കേട്ടതും ഇനിയും ഏലസോ? ഒരു ഏലസ് ഞാൻ കെട്ടിയിട്ടുണ്ടല്ലോ. അതെ, അതിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യുന്ന ഏലസാ ഇത്. ഈ ഏലസ് കയ്യിൽ കെട്ടിയാലുണ്ടല്ലോ സാമ്പത്തികമായി പുരോഗതിയിലെത്തും. അതുപോലെ നീ ചെയ്യുന്ന ബിസിനസ് അത് വെച്ചടി വെച്ചടി കയറും. ഇത് കേട്ടതും നമ്മുടെ സുധി ഫ്ലാറ്റ് ആയിട്ടോ. കെട്ടിക്കൊടുക്കുമ്പോഴത്തേക്കും സുധി പറയുന്നുണ്ട്, രണ്ട് കാലിലും കൂടെ കെട്ടായിരുന്നു, അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളതെന്നൊക്കെ. രണ്ട് കയ്യിലായല്ലോ. അങ്ങനെ കയ്യിലൊക്കെ കെട്ടിയിട്ട് നമ്മുടെ ശ്രുതി ഇറങ്ങി പോയപ്പോഴത്തേക്കും ചന്ദ്ര ഒരു കയ്യിൽ ഐശ്വര്യം കൊണ്ടൊരു നേലസ്, ഒരു കയ്യിൽ ഭാര്യ അകറ്റുന്ന നേലസ്. ഓ, ഇനി നല്ല കാലവാ. ഒരു പണക്കാരി പെണ്ണിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് എന്റെ മോനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വർഷേനെയാണ് കേട്ടോ. വർഷയാണെങ്കിൽ പ്രഗ്നന്റ് ആയതിന്റെ സങ്കടത്തിൽ ഇനി എന്ത് ചെയ്യും എന്നറിയില്ല. അലഞ്ഞി തിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. വേറെ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇനിയിപ്പോ ചോദിച്ചാലോ, അവരും ഇനി ഇങ്ങനെ ആയിരിക്കുമോ പറയുന്നത്. മെഡിസിൻ തരില്ലെന്നാ തോന്നുന്നത്. പിന്നെ അത് കഴിച്ചാൽ ബ്ലീഡിങ് ആകും, മരണം പോലും സംഭവിക്കാന്നല്ലേ പറഞ്ഞത്. വേണ്ട, അത് വേണ്ട, അത് ശരിയാവില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അബോർഷൻ നടത്തിയേ പറ്റൂ. എന്താ ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഭയങ്കര ആലോചനയാണ് കേട്ടോ റോഡിൽ കൂടെ നടന്നത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ വർഷ ഒരു കാര്യം ഓർത്തു. അഭിരാമി ചേച്ചിക്ക് അബോർഷൻ ആയത് കട്ടറായ ഒരു റോഡിൽ കൂടെ പോയിട്ടാണല്ലോ. എന്നാ പിന്നെ കട്ടറുള്ള റോഡിൽ കൂടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വർഷ ഒരു മൊത്തം പൊളിഞ്ഞ് പോയി കിടക്കുന്ന ഒരു റോഡില്, അതും ഓട്ടോറിക്ഷ കയറിയ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയ്ക്ക് കുണ്ടും കുഴിയുള്ള ഒരു റോഡാണ്. അപ്പം ഓട്ടോറിക്ഷ കയറിയ കുറച്ചും കൂടെ കുലുക്കം കൂടുമല്ലോ. അപ്പൊ അങ്ങനെ വേറൊരു ഓട്ടോ വിളിച്ചിട്ട് ആ ഓട്ടോയിൽ കയറി പോവുകയാണ്. ഈ ഒരു സമയത്ത് ഓട്ടോയിൽ കയറിയപ്പോഴത്തേക്കുമാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത്, അത് പിന്നെ കൊച്ച് നമ്മുടെ ചന്ദ്രോദയത്തെ അവിടത്തെ രവിയേട്ടന്റെ മരുമോളല്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ 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 അതേ മോളെ, ഇപ്പോഴേ ഞാനൊരു കാര്യം പറയാം. അതിലേക്ക് അവിടെ ഭയങ്കര മോശമായ വഴിയാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറൊരു വഴി പോയാലോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അത് വളഞ്ഞ വഴിയാ. അത് വളഞ്ഞ വഴിയാണെങ്കിലും അത് അടിപൊളി റോഡാ മോളെ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വേണ്ട വേണ്ട, അതുവഴി പോണ്ട, എനിക്ക് പെട്ടെന്ന് എത്തണം, പടിഞ്ഞാറേക്കര വഴി തന്നെ പോയാൽ മതി. അല്ല, മോക്ക് നിർബന്ധമാണെങ്കിൽ ആ വഴി തന്നെ പോകാം. അങ്ങനെ നമ്മുടെ വർഷയ്ക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ആ കുഞ്ഞൊന്ന് വയറ്റിൽ നിന്ന് പോണം. ഏതായാലും വയറ്റിൽ ഇങ്ങനെ കൈവച്ചിട്ട് നമ്മുടെ വർഷ ആ കുഞ്ഞിനോട് പറയുന്നുണ്ട് കേട്ടോ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ വയറ്റിൽ കൈവച്ച് ഇങ്ങനെ പറയാ. ഏതായാലും ഭയങ്കര ചാട്ടവും കുലുക്കും ഒക്കെയാണ്. ഈ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ വർഷയ്ക്ക് ഒരു കോള് വരുന്നത്. വർഷ ഫോൺ എടുത്തിട്ട്, ഹലോ മീനാക്ഷി, എന്താ മീനാക്ഷി, നീ എവിടെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലല്ലേ? ഞാൻ ഇന്നലെ കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ, എത്ര നാളായി നീ വിളിച്ചിട്ട് എന്നൊക്കെ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഓട്ടോ ഡ്രൈവർ മനസ്സിൽ വിചാരിക്കുക, ഈ പെണ്ണ് പറയുന്ന വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓട്ടോ ഫുള്ള് പോകും. അപ്പൊ അതുകൊണ്ട് വേറൊരു വഴിക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വർഷ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓട്ടോക്കാരൻ നല്ല റോഡിൽ കൂടെ കൊണ്ടുപോകണ്ടോ. വർഷ കൂട്ടുകാരി വിളിച്ചതിൽ മതിമറന്ന്, കുറെ നാളായല്ലോ കൂട്ടുകാരി വിളിച്ചിട്ട്, അതിൽ മതിമറന്ന് റോഡൊന്നും കണ്ടില്ല. ചന്ദ്രോദയം വരെ എത്തിയതും നമ്മുടെ വർഷ അറിഞ്ഞിട്ടുമില്ല കേട്ടോ. വർഷ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോളെ വീട് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷ അറിഞ്ഞത്. എന്നാ പിന്നെ ശരിയേട്ടാ, ഞാൻ അറിഞ്ഞു പോലും ഇല്ല കേട്ടോ. അതെ മീനാക്ഷി, പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തിട്ട് നമ്മുടെ ചന്ദ്രോദയത്തിന്റെ വാതയ്ക്കൽ ഇറങ്ങിയിട്ട് പൈസയും കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഒന്നും സംഭവിച്ചില്ലേ? ഇതെന്താ പറ്റിയത്, എന്താന്നറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ വർഷ ചിന്തിക്കുക. അപ്പോഴത്തേക്കും ഓട്ടോക്കാരൻ പറഞ്ഞു, അതെ ഒരു 10 രൂപ കൂട്ടി തരണം കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടറിലൊന്നും ചാടാതെ ഞാൻ ഒഴിഞ്ഞു മാറിയല്ലേ വന്നത്, അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോ, അപ്പൊ ഞാൻ പറഞ്ഞ വഴി കൂടെ അല്ലല്ലേ താൻ വന്നത്? ഹേയ് എന്റെ പൊന്നു വച്ചേ, നീ പറയുന്ന സമയത്ത് നീ പറയുന്ന റോഡിൽ കൂടെ ഞാൻ വരികയാണെങ്കിൽ ഒരിക്കലും ഈ സമയത്ത് ഇവിടെ എത്തത്തില്ലായിരുന്നു എന്ന്. അപ്പൊ രവീന്ദ്രൻ ഇറങ്ങി വന്നിട്ട്, ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. കാരണം വർഷയുടെ ആ ഒരു ദേഷ്യവും വെപ്രാളവും ഒക്കെ കണ്ടു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, എന്താ എന്റെ പൊന്നു കൊച്ചെ, നീ ഇവള് പറയുന്നത് കേൾക്കാതെ വേറൊരു റോഡിൽ കൂടെ വന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ എന്റെ രവിയേട്ടാ, ആ വഴിയുണ്ടല്ലോ മൊത്തം കട്ടർ നിറഞ്ഞതായിരുന്നു, വെറുതെ ഇരുന്ന് എന്തിനാ സമയം കളയുന്നത്, ഇത്രയും നേരത്തെ എത്തിയില്ലേ നല്ല വഴിക്ക് വന്നത് കൊണ്ട്, അതാ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും
നീയൊന്നും എന്നോട് മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ വർഷം എന്ത് ചെയ്യുന്നു, പൈസയും എറിഞ്ഞു കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ രവീന്ദ്രനോട് ഓട്ടോക്കാരൻ ചോദിക്കുക, ഈ കൊച്ചെന്തിനാ ചൂടാകുന്നത്? കട്ടറുള്ള റോഡിൽ കൂടെ പോയ ചിലവരൊക്കെ ചൂടാകും. ഇപ്പം ഇവളെന്തിനാ ഇങ്ങനെ ചൂടാകുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ രവിയേട്ട. ഇതെന്തോ ഉണ്ട് കേട്ടോ, വേറെ എന്തോ പ്രശ്നമുണ്ട്, അതാന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ കട്ടറിൽ കൂടി ആരും വണ്ടി ഓടിച്ചു പോകാൻ ആഗ്രഹിക്കാറുമില്ല. യാത്രക്കാരിട്ട് കട്ടറുള്ള റോഡിൽ കൂടെ പോകണമെന്ന് പറയാറുമില്ല. ഇതെന്തോ ഉണ്ട് രവിയേട്ടാന്ന് പറയുകയും ചെയ്തു. അപ്പൊ രവീന്ദ്രനും എന്തൊക്കെ ചെറിയ സംശയമൊക്കെ തോന്നുകയാണ്. ഓട്ടോക്കാരൻ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി ഓട്ടോ സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പൊ ഓട്ടോ സ്റ്റാൻഡിൽ സച്ചിയുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈച്ച ഉണ്ടല്ലോ, ഈച്ച, സച്ചിയുടെ ഫ്രണ്ട്. സച്ചിയുടെ ഫ്രണ്ട് ഈച്ചയ്ക്ക് ഒരു പ്രണയം ഉണ്ടെന്നും അവൻ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നും ഒക്കെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ സച്ചിക്ക് കിട്ടി. ഏതായാലും ഈ സമയത്ത് ഈച്ച വരികയും ചെയ്തു. പ്രണയിക്കുന്നവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് കലിയാണ് കേട്ടോ. പ്രണയിക്കുന്നവരോട് അടുത്ത് കൂട്ടു നിൽക്കാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും നമ്മുടെ സച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിക്ക് ഈച്ചയുടെ കാര്യം ഓർത്തിട്ട് ദേഷ്യം വരും. അവന് പ്രണയമോ? എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് കൂട്ടുകാർ പറഞ്ഞു, ഉണ്ടെന്നേ, പ്രണയം ഉണ്ട്, അവര് ഭയങ്കര ചുറ്റിക്കളിയാന്നൊക്കെ ഇങ്ങനെ പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ ഈച്ച വന്നു. ഈച്ച വന്നപ്പോഴത്തേക്കും ആ രണ്ടു കൂട്ടുകാരന്മാര് വരുന്നുണ്ട് ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈച്ച സച്ചിന്റെ അടുത്തേക്ക് വരിക. അങ്ങനെ സച്ചി ചോദിച്ചു കേട്ടോ, അതെ എടാ, ഇവര് പറയുന്നതൊക്കെ സത്യമാണോടാ? നിനക്ക് പ്രണയം ഉണ്ടോടാ? അത് പിന്നെ സത്യം ഇല്ലാതെ ഇല്ല, ഒരു ചെറിയ സിഗ്നലൊക്കെ ഉണ്ട്. എന്നിട്ട് എന്താടാ നീ എന്നോട് പറയാതിരുന്നത്? നീ പ്രണയവിരോധി അല്ലേ എന്ന്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് കൂട്ടുകാരൻ പറഞ്ഞു, അതെ ഇപ്പൊ അവൻ പ്രണയവിരോധി ഒന്നും അല്ല, അത് പണ്ട് നിന്റെ കൂടെ നടക്കുമ്പോഴേ ഇപ്പം അവനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, എടാ നീ പ്രണയിച്ച് സമയം കളയരുത്, നീ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുക, നമുക്ക് അവളുടെ വീട്ടിൽ ചെന്ന് നാളെ തന്നെ പെണ്ണ് ചോദിക്കാം. അത് പിന്നെ അവിടം വരെ എത്തിയൊന്നുമില്ല, ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നീ ഇഷ്ടം പറഞ്ഞില്ല? ഇല്ല, ഇഷ്ടം പറഞ്ഞില്ല. എനിക്ക് അവളെ ഇഷ്ടമാ, എന്നെ അവൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയില്ലല്ലോ. ഓഹോ, അപ്പൊ ഇത് വൺ സൈഡ് പ്രണയം ആണല്ലേ? അപ്പൊ നീ ഇതുവരെ അവളോട് സംസാരിച്ചിട്ടില്ല? ഇല്ല, സംസാരിച്ചിട്ടില്ല. അതെന്താടാ സംസാരിക്കാത്തത്? പേടിച്ചിട്ട് അവളുടെ അടുത്ത് എത്തുമ്പോഴേ എനിക്ക് കൈയും കാലും വിറയ്ക്കും. ഓ കൊള്ളാം, കഷ്ടം. പുറകെ നടക്കാനുള്ള ധൈര്യമുണ്ട്, ഐ ലവ് യു പറയാനുള്ള ധൈര്യമില്ലേ? എന്തൊരു കഷ്ടമാടാ ഇത്. അപ്പോഴത്തേക്കും അടുത്തു നിന്നൊരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, അത് പിന്നെ രണ്ടും കൽപ്പിച്ചു റോസാപ്പൂ മേടിച്ച് അവളുടെ മുന്നിലേക്ക് പോവുക, പൂ കൊടുത്തിട്ട് ഒറ്റ ശ്വാസത്തിൽ പറയുക, നമുക്കങ്ങ് കല്യാണം കഴിച്ചാലോ എന്ന്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എന്റെ പൊന്നടാവേ, ദേ ഇവനെ ഇഷ്ടം പോലും തുറന്ന് പറഞ്ഞിട്ടില്ല, പിന്നെയല്ലേ കല്യാണം. അപ്പോഴത്തേക്കും അടുത്ത് നിൽക്കുന്ന വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, ഒരു ലെറ്റർ എഴുതി കൊടുക്ക് നീ. അപ്പൊ സച്ചി പറഞ്ഞു, അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ. എടാ ഈച്ച, നിന്നെ നോക്കി അവള് ചിരിക്കാറുണ്ടോ? ചിരിക്കാറുണ്ടോന്നോ? ദേ അവൾ എന്നെ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. ഓഹോ, അപ്പം കണ്ടിട്ട് കൂടിയില്ലല്ലേ? അതെ, അവളുടെ പേരെന്താ അതറിയാമോ? അതെനിക്ക് അറിയത്തില്ല, ഞാൻ വേണമെങ്കിൽ പോയി ചോദിച്ചിട്ട് വരാം. ഇത് ഒരു സെക്കൻഡ് ഇവിടെ നിന്ന് അടിച്ച് പറപ്പിക്കും ഞാന്. ആളുകളെ പറയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി ഒരു അവതാരം വന്നിരിക്കുന്നു. എന്റെ പൊന്നട, കഷ്ടപ്പെട്, പോകാൻ നോക്ക്. ഇവൻ അവളുടെ പുറകെ നടക്കും, ആ സമയത്ത് വേറെ ആരെങ്കിലും ആ പെണ്ണിനെയും കൊണ്ട് പോകുന്നു പറഞ്ഞു. ഏതായാലും ഈച്ച അവിടുന്ന് പോയി. ഈ ഒരു സമയത്ത് രേവതി വിളിക്കാട്ടോ നമ്മുടെ സച്ചിനെ. എന്നിട്ട് രേവതി പറയാണ്, അത് പിന്നെ സച്ചേട്ടൻ, ഞാനേ കുറച്ച് വർഷേനെ കണ്ടായിരുന്നേ, അവള് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു, ഫ്രണ്ടിന് മെഡിസിൻ മേടിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ എന്നോട് പറഞ്ഞത്. അതിനിപ്പോ എന്താ പ്രശ്നം രേവതി? ഇല്ല സച്ചേട്ടാ, അത് കള്ളവാ, വെറും കള്ളം. അവളുടെ സംസാരത്തില് എന്തൊക്കെയോ ഒരു പന്തികേടുണ്ട്. ഞാന് അവളെ സ്റ്റുഡിയോയിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവള് പറയാ അവൾക്ക് വീട്ടിൽ പോണം, സ്റ്റുഡിയോയിൽ വിടണ്ടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാന്ന്. അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവള് പോവുകയാണെന്നേ. എന്തുകൊണ്ട് സച്ചേട്ടാ ആ ഒരു വശവശക്കുള്ളതുപോലെ എനിക്ക് തോന്നുക. വശവശകോ? എന്താ രേവതി? അതെ, നീ അതൊക്കെ വിട. പൂ കൊടുത്തു കഴിഞ്ഞോ? ഇല്ല, പൂ കൊടുത്തില്ല. എന്നാ പിന്നെ പെട്ടെന്ന് പൂ കൊടുത്തിട്ട് വീട്ടിൽ പോ, വെക്കടി ഫോണ്. അവളുടെ ഒരു വശവശം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വഴക്ക് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തിട്ടോ രേവതി. എന്നിട്ട് സച്ചി അതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല, വർഷയുടെ കേസല്ലേ, അത് പേടിക്കാനുള്ളതൊന്നും അല്ല എന്നാണ് നമ്മുടെ സച്ചിക്ക്. അപ്പൊ ഒന്ന് സച്ചിക്ക് അറിയാലോ നമ്മുടെ വർഷനെ കുറിച്ച്, സത്യസന്ധമായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്നും പാവമാണെന്നൊക്കെ അറിയാവുന്നത് കൊണ്ടാന്ന് തോന്നുന്നു സച്ചി ആ കേസ് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുതി ഓഫീസിലൊക്കെ പോയിട്ട് പതിയെ വന്ന് കേട്ടോ, പതിയെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. ഭയങ്കര നിരാശയും വിഷമമൊക്കെയാ. ഇനി ഏതായാലും കയ്യിൽ കിടക്കുന്ന ഏലസ് ഫലിച്ചു തുടങ്ങൂലോ. നമ്മുടെ ശ്രുതിയോട് സ്നേഹം ഇങ്ങനെ പതുക്കെ പതുക്കെ ഒഴുകി വരുമല്ലോ. അപ്പം അതാന്ന് തോന്നുന്നു. ആകപ്പാടം മൊത്തത്തിൽ നിരാശ വന്നിങ്ങനെ കട്ടിലേക്ക് കിടന്ന് നമ്മുടെ ശ്രുതിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയുടെ ഫോൺ കോള്. ശ്രുതി എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കൂലോ. അങ്ങനെ ശ്രുതിയുടെ ഫോൺ കോള് കണ്ടതും നമ്മുടെ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എടുക്കണോ കട്ട് ചെയ്യണോ എന്നൊന്നും അറിയത്തില്ല. വേണ്ട, എടുക്കണ്ട എന്നൊക്കെ ആദ്യം ഓർത്തെങ്കിലും കൈ കിടക്കുന്ന ഏലസാന്ന് തോന്നുന്നു, അറിയാതെ അങ്ങ് എടുപ്പിച്ചു. എന്നിട്ട്
നമ്മുടെ ശ്രുതിയോട് ശ്രുതി പറഞ്ഞു, അതെ എന്തിനാ എന്നെ വിളിച്ചത്, എന്നെ വിളിക്കരുത് കാണരുതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ ശ്രുതി അവിടെ നിന്ന് പറയുന്നുണ്ട്, ശ്രുതി പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട കാണണ്ടെന്ന്. അപ്പൊ ഇത് നമ്മുടെ ചന്ദ്രയുണ്ടല്ലോ അവിടെ നിന്ന് കേൾക്കുക. ചന്ദ്രയ്ക്ക് ആശ്വാസമായി. ചന്ദ്രയാണെങ്കിൽ ഏലസ് പണി തുടങ്ങി എന്ന്. ഏതായാലും ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, പ്ലീസ് ശ്രുതി ഒന്ന് എന്നെ മനസ്സിലാക്ക്. അമ്മ പറഞ്ഞതിൽ കൂടുതൽ എനിക്ക് ഒന്നും നിന്നോട് പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റത്തില്ല. അമ്മ പറയുന്നതനുസരിച്ച് നടക്കാൻ ശ്രുതി എന്താ കൊച്ചുകുട്ടിയാണോ? ശ്രുതി താല് കിട്ടിയ പെണ്ണല്ലേ ഞാന്, അത് മറക്കരുത് കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും വലിച്ചെറിയാൻ കഴിയത്തില്ല കേട്ടോ ശ്രുതി. പറ്റത്തില്ല, എനിക്കറിയാം. എടി കെട്ട് താലിയുടെ മഹത്വം നിനക്ക് അറിയത്തില്ല. അതറിയാമെങ്കിൽ നീ ഇങ്ങനെയൊന്നും എന്നോട് ചെയ്യത്തില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ നീ ഇങ്ങോട്ട് വിളിച്ചേക്കരുതെന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര ഫോൺ അങ്ങോട്ട് പിടിച്ചു മേടിച്ചിട്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇനി വിളിച്ചാൽ നീ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് തല്ലും കേട്ടോടി. അത് പിന്നെ ആന്റി ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട, ഒന്നും കേക്കണ്ട. നിന്റെ ശബ്ദം അത് കേൾക്കുന്നത് വരെ എനിക്ക് അറപ്പാ. ഇനി എന്റെ മോന്റെ ജീവിതത്തിലേക്ക്, ഈ കുടുംബത്തിലേക്കും വലിഞ്ഞു കയറാൻ നീ നോക്കണ്ട. നടക്കത്തില്ല. തിരികെ വരാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് നീ വേറെ ഏതെങ്കിലും വഴിക്ക് പോകാൻ നോക്ക. നടക്കത്തില്ല. നീ എന്താടി ഒന്നും മിണ്ടാത്തത്? പറയടി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഫോൺ മേടിച്ചിട്ട് മതി നിർത്ത എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ശ്രുതി തന്നെ ഫോൺ കട്ട് ചെയ്തു. ഏതായാലും ഏലസിന്റെ പണി ഏറ്റു തുടങ്ങിയില്ലയോ എന്നൊരു സംശയം. പക്ഷെ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, ശ്രുതിനെ കുറിച്ച് ചന്ദ്രയോട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിയോട് സ്നേഹമുണ്ടെന്ന്. അപ്പൊ ശ്രുതി ചോദിക്കുകയാണ് ചന്ദ്രയോട്, എന്തിനാ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഫോണൊക്കെ പിടിച്ചു മേടിച്ചത്? ഇതിന്റെ വല്ല കാര്യം അമ്മയ്ക്ക് ഉണ്ടായിരുന്നോ? അമ്മ എന്തിനാ ശ്രുതിനെ വഴക്ക് പറഞ്ഞത്? എനിക്ക് പറയാനുള്ളത് ഞാൻ അവളോട് പറയില്ലേ? അമ്മ എന്തിനാ അതിനിടയിൽ കയറി ഇടപെട്ടത്? അത് പിന്നെ എടാ ഞാന് വേണ്ട ഒന്നും അമ്മ പറയണ്ട. ഇവിടെ എല്ലാവരും കണക്കാ. മനുഷ്യന്റെ സ്വസ്ഥത കളയാന്നുള്ളതാണല്ലോ നിങ്ങളുടെയൊക്കെ ഹോബി. നിങ്ങൾക്ക് അതാണല്ലോ സന്തോഷം. മനസ്സമാധാനത്തോടെ കടയിലിരിക്കാൻ പറ്റുന്നില്ല, അതും ഇങ്ങോട്ട് വന്നാൽ ഒട്ടും കിട്ടുന്നില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും അതിന്റെ അപ്പുറം എന്റെ തലയിൽ കയറി നിരങ്ങാലേ. ഒന്ന് പോയി തരൂ ഇവിടുന്ന് പുറത്തേക്ക്. എനിക്ക് കുറച്ചു നേരം ഒന്ന് തനിച്ചിരിക്കണം, ഒറ്റയ്ക്കിരിക്കണം എന്ന്. ഇത് കേട്ടതേ നമ്മുടെ ചന്ദ്രയ്ക്ക് എന്തോ പോലെ തോന്നിട്ടോ. ഏതായാലും ശ്രുതിയോടുള്ള സ്നേഹം കൂടാനല്ല ആ ഏലസ് കെട്ടിയത്, ചന്ദ്രയോടുള്ള സ്നേഹം കുറയാനും ചന്ദ്രയോടുള്ള വഴക്ക് കൂടാനും അല്ലേ. ഏതായാലും അതവിടെ നടന്നിട്ടുണ്ട്. ഏതായാലും ഈ സമയത്ത് ചന്ദ്ര പോയിരുന്നു ഭയങ്കര കരച്ചിൽ കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാടി നീ കരയുന്നത്? നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോടി? എന്തു പറ്റി? നീ ഇങ്ങനെ കരയാറില്ലല്ലോ. പിന്നെ എന്റെ മനസ്സ് കല്ലല്ലേ, എന്റെ മനസ്സ് കല്ല്. എനിക്ക് കണ്ണീരൊന്നും വരത്തില്ലല്ലോ. എന്നാ പറ, എന്താ പ്രശ്നം? കരയാൻ മാത്രം എന്താണ് പ്രശ്നം ഉണ്ടായത്? അത് പിന്നെ ഒന്നുമില്ല. അല്ല, കാരണമില്ലാതെ ആരെങ്കിലും കരയുവോ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക കേട്ടോ മുഖത്തേക്ക്. ഇതെന്താ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? അപ്പോഴത്തേക്കും സച്ചി അല്ല രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല സച്ചി. സവാള കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അമ്മയുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിപ്പോ സവാള കട്ട് ചെയ്തില്ലല്ലോ, ഇവിടെ ഒന്നും സവാള ഒന്നും കാണുന്നില്ലല്ലോ, പിന്നെ എന്ത് പറ്റി എന്റെ അമ്മയ്ക്ക്? അപ്പൊ ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് നോക്കുകയാണ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടാ നിന്റെ അമ്മ കരഞ്ഞോണ്ടിരിക്കുക, നിനക്ക് മനസ്സിലായോ? കരയാനോ? അപ്പം അമ്മ കരയാണോ? എന്റെ അമ്മ കരയാണോ? അയ്യോ, അത്ഭുതം കേട്ടോ, അത്ഭുതം. ഇത് വല്ലാത്ത അത്ഭുതം തന്നെ. എടി രേവതി, അമ്മ കരയുന്നു, ഒന്നിങ്ങോട്ട് ഇറങ്ങി വാടി, വന്നേ. അപ്പോഴത്തേക്ക് രേവതി വന്നിട്ട്, എന്താ സച്ചേട്ടാ കാറി പോകുന്നത്? നോക്ക് അമ്മ കരയുന്നു. ഇതേ വല്ലപ്പോഴും ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ, നോക്ക്. അപ്പോഴത്തേക്കും ചന്ദ്ര, ഞാൻ കരഞ്ഞു കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ തമാശയാണല്ലേ. അപ്പൊ രേവതി സച്ചിനെ വഴക്ക് പറയട്ടോ. സച്ചിയുടെ എന്തായാലും മിണ്ടായിരുന്നേ. അത് പിന്നെ അമ്മേ എന്നാ പറ്റിയതമ്മേ, അമ്മയുടെ പ്രശ്നം എന്നാ എന്ന് രേവതി. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അമ്മ കരയുന്നുണ്ടെങ്കിൽ അത് ശ്രുതിക്ക് വേണ്ടി തന്നെ ആയിരിക്കും. അവന്റെ കാര്യം നേടാൻ വേണ്ടിയുള്ള കള്ളക്കരച്ചില്. അതാണ് ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്തത്. അത് തന്നെയാ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഇത് അതൊന്നും അല്ല, വേറെ എന്തോ പ്രശ്നമുണ്ട്. എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാടാ സച്ചി. എന്താ ചന്ദ്ര ഇത്? നീ പറയേ, കാര്യം പറ. അത് പിന്നെ ഞാനത് എങ്ങനെ പറയാനാ? പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മ എഴുതി കാണിക്കേ. രേവതി ഒരു ബുക്കും പേനും എടുത്തോണ്ട് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എന്റെ പൊന്നു സച്ചേട്ട മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്ര കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ട്, ആരെയാണ് ഞാൻ ജീവന തുല്യം സ്നേഹിച്ചത്, അവരെന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ കുറ്റം അങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ സച്ചിക്ക് പിടികിട്ടിയായിരുന്നു, കണ്ടപ്പോ തന്നെ നമ്മുടെ സച്ചിക്ക് പിടികിട്ടിയായിരുന്നു ശ്രുതിക്ക് വേണ്ടിയുള്ള കരച്ചിലാണെന്ന്.
അപ്പം ഈ കരച്ചില് ശ്രുതിക്ക് വേണ്ടിയുള്ളതാണെന്ന് ഉറപ്പിച്ചു നമ്മുടെ സച്ചി പറഞ്ഞു. കണ്ടില്ലേ അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ഇത് വേറെ ആർക്കും വേണ്ടിയുള്ളതല്ല, ശ്രുതിക്ക് വേണ്ടി മാത്രമുള്ള കരച്ചിലാണ്. അമ്മ കരയണമെന്നുണ്ടെങ്കിൽ ശ്രുതി കുലുങ്ങണം, ഇല്ലാതെ അമ്മ കരയത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാത്ത വിശേഷത്തിന് അടുത്ത വിശേഷമായിട്ട് വരാൻ. ബെല്ലൈക്കന് ഹൈപ്പ് പേര് മറക്കരുതേ.